ശ്രീ രാഹുൽ ഈശ്വർ, ഈ വടക്കൻ കേരളത്തിലൊക്കെ തെയ്യക്കോലങ്ങൾ കെട്ടിയാടാറുണ്ട്. അപ്പോൾ തെയ്യക്കോലങ്ങൾ കെട്ടിയാടുമ്പോൾ അവരെ ദൈവം എന്നാണല്ലോ കണക്കാക്കുന്നത്. പക്ഷേ ഈ കോലം അഴിച്ചു വെച്ചാൽ പിന്നീട് അവർ തീണ്ടാപ്പാട് അകലെ നിൽക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ ഈ കഥ കേൾക്കുമ്പോൾ അത് പണ്ടെന്നോ നടന്ന സംഭവമല്ലേ, ഇപ്പോഴും അതൊക്കെ ഉണ്ടോ എന്ന് സാധാരണ ബുദ്ധിയിൽ സാധാരണ യുക്തിയിൽ ചോദിക്കുന്ന മനുഷ്യരുണ്ട്. രോഹിത് വെമുലയെ കുറിച്ച് കേൾക്കുമ്പോൾ അത് കേരളത്തിന് പുറത്ത് എവിടെയോ അല്ലേ, കേരളത്തിൽ ഇതൊക്കെ നടക്കുമോ എന്നും, ഇവിടെ ഒന്നുമില്ല, ഇവിടെയെല്ലാം ശാന്തസുന്ദരമാണ് എന്ന് പറയുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിലാണ് ഇതുപോലെയുള്ള നിതിൻ രാജുമാർ ഉണ്ടാകുന്നത്. ഇതൊരു തുടർച്ചയാണ് വാസ്തവത്തിൽ. ആർച്ച അല്പം മുമ്പ് പറയുകയാണ്, ഇതിനു മുൻപും അതേ ക്യാമ്പസിൽ അവരോടൊപ്പം പഠിക്കുന്ന കുട്ടികൾ ഇതേ പ്രശ്നങ്ങൾ മൂലം ആത്മഹത്യക്ക് ശ്രമിച്ച ആളുകളുണ്ട് എന്ന്. അപ്പോൾ ഒരുപക്ഷെ ഇതിനു മുൻപേ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരുന്ന വിഷയമാണ്. മാധ്യമങ്ങൾക്കുൾപ്പെടെ ആ ജാഗ്രത പുലർത്താൻ കഴിഞ്ഞതുമില്ല. ഇവിടെ ഇപ്പോൾ ഒരു നിതിൻ രാജിന്റെ ജീവൻ പോകേണ്ടി വന്നു. പക്ഷേ ഇതൊരു തുടർച്ചയാണ് എന്നുള്ളതാണ് നമ്മളെ അമ്പരപ്പിക്കുന്നത്, ഞെട്ടിപ്പിക്കുന്നത്. ഈ കേരളത്തിലും ഇന്നും നമ്മൾ ജാതിയുടെ പേരിൽ വിവേചനം നേരിടുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച്, കലാലയങ്ങളിൽ വിവേചനം നേരിടുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരികയാണ്. രാഹുൽ, അസിത, ആദ്യം തന്നെ പറയട്ടെ, ആർച്ചയുടെ ആ ധൈര്യത്തെ പ്രണമിക്കുന്നു. ആ കുഞ്ഞു സഹോദരി ഇത്രയും ശക്തമായി വന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ മറന്നുകൊണ്ട് തൻ്റെ സുഹൃത്തായ നിതിൻ രാജനും നമ്മുടെ പൊതുസമൂഹത്തിനു വേണ്ടി പറഞ്ഞ വാക്കുകൾ നമ്മൾ എല്ലാവരും ഏറ്റെടുക്കേണ്ട വാക്കുകളാണ്. ഒരു മലയാളി എന്ന രീതിയിൽ, ഒരു കേരളി എന്ന രീതിയിൽ നമ്മുടെ തല താണു പോകേണ്ട സന്ദർഭമാണ്. ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ ജാതീയത കാരണമാണ് സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയമാണെന്നും നിങ്ങളൊക്കെ ഭ്രാന്തന്മാരുമാണ്, യു പീപ്പിൾ ആർ ലുനറ്റിക്സ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായത്. അതിൽ നിന്ന് ഒരുപാട് ദൂരം നമുക്ക് മുമ്പോട്ട് പോകാനായിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ വാർത്തകളിൽ നിന്ന് അറിയുന്നത്. നേരത്തെ ശ്രീ സണ്ണി എം കപ്പിക്കാട് സാറിനെ പോലുള്ള സാമൂഹിക ചിന്തകരും നേരത്തെ ശ്രീ അലോഷിയും SFIയുടെ പ്രതിനിധിയും എല്ലാം പറഞ്ഞത് എനിക്ക് തോന്നുന്നു കേരള പൊതുസമൂഹം മുഴുവൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വളരെ വേദനാജനകം തന്നെയാണ്. റാം എന്ന് പേരും രാവണന്റെ സ്വഭാവവുമാണ് ആ അധ്യാപകൻ എന്നാണ് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. റാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് പിന്നോക്ക ജനസമൂഹങ്ങളോട്, മുസ്ലിം സമൂഹത്തോട്, തട്ടമിട്ടവരോട് അല്ലെങ്കിൽ കറുത്തവരോട് ഒക്കെ അദ്ദേഹം കാണിക്കുന്ന വിവേചനം ഒരു മലയാളി എന്ന രീതിയിൽ നമ്മളെ തല താഴ്ത്തിക്കുന്നതാണ്. ഇനിയും വേറെ വേർഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പറയട്ടെ. പക്ഷേ ലഭ്യമായ വിവരങ്ങൾ, കാര്യം ഈ വിദ്യാർത്ഥികളെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ, ഈ യുവാക്കളെയും യുവതികളെയും നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അവരുടെ ജീവിതത്തിനും മറ്റും റിസ്ക് എടുത്തുകൊണ്ടും അവരുടെ ഇന്റേണൽ മാർക്സിനും പഠനത്തിനും റിസ്ക് എടുത്തുകൊണ്ടല്ലേ അവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വേറെ ഏതെങ്കിലുമൊക്കെ ആംഗിളുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ വാർത്തകൾ വന്നോട്ടെ, കൂടുതൽ സത്യങ്ങൾ വെളിയിൽ വരട്ടെ. പക്ഷേ ലഭ്യമായ വിവരങ്ങൾ വെച്ച് കേരള സമൂഹം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെയാണ് നമ്മൾ ഒറ്റ വരിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ മലയാളികൾ രാഷ്ട്രീയ പ്രബുദ്ധത കൈവരിച്ചിട്ടുണ്ട്. മതസൗഹാർദ്ദം നമ്മുടെ മാതൃകയാണ്, നമ്മുടെ DNA ഉള്ളതാണ്. പക്ഷേ അബോധ തലത്തിൽ ജാതി ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജാതീയത ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു വിഷമകരമായ കാര്യമാണ്. ഒരു നൂറ്റാണ്ടായിട്ട് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും മഹാത്മാ അയ്യങ്കാളിയും ഗാന്ധിജിയും വിവേകാനന്ദ സ്വാമികളും അല്ലെങ്കിൽ പണ്ഡിറ്റ് കറപ്പനും അടക്കം ഒരുപാട് പേർ പ്രവർത്തിച്ചിട്ടും നമുക്ക് ഇനിയും ഒരുപാട് ദൂരം മുമ്പോട്ട് പോകാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ്. ഞാൻ ഈ ജാതിയിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പൊതുവിൽ പറയുന്ന ആളുകൾ ഈ ഒരു സവർണ്ണ ബോധം ഉള്ളിൽ പേർന്ന ആളുകളാണ്. അവർ ഒരു നിഷ്കളങ്കം എന്ന മട്ടിൽ അങ്ങനെ പറഞ്ഞു പോകാറുമുണ്ട്. പക്ഷെ അത്തരം ആളുകൾ പോലും അപ്പോൾ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന ഈ ജാതി ചിന്ത അത് എത്രമാത്രമാണ്? അതും അപകടകരമല്ലേ? അല്ല, അവിടെയാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജാതിയും ജാതീയതയും രണ്ടാണ്. ജാതിയും ജാതീയതയും രണ്ടാണ്. ഉദാഹരണം, കഴിഞ്ഞ നൂറ്റാണ്ടിലെ നമ്മുടെ ഏറ്റവും വലിയ സാമുദായിക സംഘടന NSS ആണ്. അതിൽ ശ്രീ മന്നത്ത് പത്മനാഭ പിള്ള അദ്ദേഹത്തിന്റെ പിള്ള എന്ന വാലി വെറ്റ് മാറ്റിയാണ് മന്നത്ത് പത്മനാഭനാകുന്നത്. NSSന്റെ പ്രതിജ്ഞ തന്നെ, അതായത് ഈ സംഗീത എന്ന് പറയുന്ന ഡോക്ടർ സംഗീത അടക്കം ഒരു പക്ഷേ ഭാഗമാകേണ്ട സംഘടനയോ അല്ലെങ്കിൽ അവർ NSSന്റെ ഭാഗമാണോ എന്നറിയില്ല, NSSന്റെ പ്രതിജ്ഞ തന്നെ, ഞാൻ എൻ്റെ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ബാക്കി ഒരു സമുദായത്തിനും ദോഷകരമായി ഒന്നും ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുത്തു കൊണ്ട് ലോകത്തിൽ അങ്ങനെ പ്രവർത്തനം നടത്തുന്ന ഏക സംഘടന ഒരുപക്ഷെ NSS ആണ്. അത് മാതൃകയാണ്. നമ്മുടെ അവർണ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സവർണ ജാഥ നടത്തിയത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ മഹാഭാരത കേസരി മന്നത്ത് പത്മനാഭനാണ്. പക്ഷെ ചരിത്രത്തിൽ നമുക്ക് ഇന്നും തെറ്റുകളുണ്ട്, ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടല്ലേ സ്വാമി വിവേകാനന്ദൻ പോലും നമുക്ക് ഭ്രാന്താലയം എന്ന് വിളിച്ചത്. ഇതുകൊണ്ടാണ് ബീഹാറിൽ പോയി ഗാന്ധിജി പറഞ്ഞത് അവിടെ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഈ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ഈ സമുദായത്തിൽപ്പെട്ട, ഞാൻ ഈ വർഗത്തിൽപ്പെട്ട ആളാണ് എന്ന് പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതെന്തോ മഹത്തരമാണ് എന്ന ഒരു മെസ്സേജ് അങ്ങനെ പറയുന്നവർ പോലും അറിയാതെ കൊടുക്കുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. സ്വാഭാവികമായും അത് കേൾക്കുന്ന അങ്ങനെ അല്ലാത്തവന് എനിക്കിത് പറയാൻ പാടുന്നതാണോ എന്ന് തോന്നില്ല.
അല്ല, ആശയപരമായി ഞാൻ ശ്രീനാരായണീയനാണ്. ഇപ്പം പുറകെ നോക്കിയാൽ ശ്രീനാരായണ ഗുരുദേവന്റെ പാതയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന, പ്രയത്നിക്കുന്ന വ്യക്തിയാണ്. വ്യത്യസ്ത ഐഡന്റിറ്റീസ് കാണും. ഈ ഐഡന്റിറ്റീസ് ഇല്ലാതാക്കുക എന്നത് പ്രായോഗികമല്ല. ഇന്ത്യൻ സാഹചര്യം നമുക്കറിയാമല്ലോ. അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന മഹാനായ ബാബാ സാഹേബ് അംബേദ്കറിന്റെ ലൈനിനേക്കാൾ ഞാൻ യോജിക്കുന്നത് ഹാർമണൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് എന്ന ഗാന്ധിജിയുടെ ലൈനാണ്. അതായത് ഈ സാമുദായിക സ്വത്വങ്ങളൊന്നും ഇരുട്ടി വെളുക്കുമ്പോൾ ഇല്ലാതാകാൻ പോകുന്നില്ല. പകരം ഈ സാമുദായിക സ്വത്വങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് മഹാത്മാ അയ്യങ്കാളിയെയും ഭാരതകേസരി മന്നത്തുരാമനെയും ശ്രീനാരായണ ഗുരുദേവനെയും പണ്ഡിറ്റ് കറപ്പനെയും അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്നുള്ളൊരു ധാര. ഇത് രണ്ടും അതാണ് സണ്ണി കപ്രിസ്കാട് സാറും ഞാനും വിയോജിക്കുന്ന ഏക മേഖല അതാണ്. അദ്ദേഹം ഒരു അംബേദ്കർ ദർശനത്തിൽ പോകുന്ന വ്യക്തിയാണ്, ഞാനൊരു ഗാന്ധിയൻ ദർശനത്തിൽ പോകുന്ന വ്യക്തിയാണ്. ഞങ്ങൾ രണ്ടുപേരും വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇത് സത്യസന്ധമായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ജാതീയതയുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ കാസ്റ്റീസം ഉണ്ട്, അൺകോൺഷ്യസ് കാസ്റ്റീസം ഉണ്ട്. പക്ഷേ അതിന്റെ സൊല്യൂഷൻ വ്യത്യസ്ത പാതകളിലാണ്. രാഹുൽ പറഞ്ഞു വന്നൊരു കോൺടെക്സ്റ്റിൽ ഞാൻ ഒരു ഉപചോദ്യമായി ഇത് ചോദിച്ചതേ ഉള്ളൂ. അതിപ്പോൾ അംബേദ്കറിസ്റ്റ് ആയാലും ശരി, നാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പിൻപറ്റുന്നവരായാലും ശരി, നമ്മൾ ഈ ജാതിയെ കുറിച്ച് അഡ്രസ്സ് ചെയ്യുമ്പോൾ ഞാൻ ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നതങ്ങ് പറഞ്ഞു വെക്കുകയാണ്. അറിയാതെ അതങ്ങ് പറഞ്ഞു വെച്ചതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ലല്ലോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ഞാൻ വരാം രാഹുലിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.